RJD ഓഫീസിലാണ് വിനീത ഉള്ളത്. വിനീത നമസ്കാരം. വിനീത പറയൂ, അവിടെ ഒരു വല്ലാത്ത മൂകതയുണ്ടോ? RJD ഓഫീസിലാണ് വിനീത. ഉറപ്പായും ഹാഷ്മി, വല്ലാത്തൊരു മൂകത തന്നെയാണ്. തീർച്ചയായും എസ് കെ സൂചിപ്പിച്ചതുപോലെ ഞാൻ ഡൽഹിയിലെ RJD പാർട്ടി ആസ്ഥാനത്താണുള്ളത്. ഒരു പ്രവർത്തകർ പോലും നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല. വലിയ ഒരു ആശങ്ക ഒക്കെ തന്നെയായിരുന്നു. വോട്ടെണ്ണി തുടങ്ങിയത് മുതൽ വലിയ ആദ്യഘട്ടത്തിലൊക്കെ വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നീട് അത് ഒരല്പം നിരാശയിലേക്ക് അടക്കം മാറിയെന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് RJD ഓഫീസിൽ 3 റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ തേജസ്വി പിന്നിലാണ്. അന്നൊരു വിവരം കൂടി വരുന്നുണ്ട്. പിന്നിലാണോ? അപ്പൊ RJD ഷോക്കിംഗ് വേവ്സ് അക്രോസ് RJD. തീർച്ചയായും വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ഒപ്പം തന്നെ മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കൂടിയാണ് അദ്ദേഹം പിന്നിലാവുന്നു എന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ ഏതാണ്ട് 8000 വോട്ടിന് അദ്ദേഹം ലീഡ് ചെയ്യുന്നു എന്നുള്ള വിവരമാണ് ലഭ്യമായിട്ടുണ്ടായിരുന്നത്. പിന്നാലെ ഇപ്പോൾ പിന്നിലാണെന്നും അറിയാൻ കഴിയുന്നുണ്ട്. RJDയെ സംബന്ധിച്ചിടത്തോളം രാഘോപൂരിൽ നിന്ന് രാഘോപൂർ എന്ന് പറയുന്നത് RJDയുടെ ഒരു ശക്തി കേന്ദ്രമാണ്. ലാലു പ്രസാദ് യാദവിന്റെയും റാബറി ദേവിയുടെയും ഒക്കെയുള്ള ഒരു മണ്ഡലം. അവിടെ നിന്ന് തേജസ്വി ജനവിധി തേടുന്നു. ഇപ്പോൾ ആ മണ്ഡലത്തിൽ തന്നെ അദ്ദേഹം പിന്നിലായിരിക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റു മണ്ഡലങ്ങളുടെ അവസ്ഥ എന്താകും എന്നതുകൂടി നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. RJD ഓഫീസിലേക്ക് വരുമ്പോൾ നമുക്കൊരു പ്രതികരണം തേടാൻ പോലും ഒരു നേതാക്കൾ ഇവിടെ ഇല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. ഒരു ശോകമുഖം തന്നെയാണ് ഇവിടെ ആകമാനം ഉള്ളത്. എങ്കിലും ഇതിനോടകം തന്നെ ചില ആരോപണങ്ങളൊക്കെ നമ്മൾ കോൺഗ്രസ് ആസ്ഥാനത്തൊക്കെ പോയപ്പോൾ അവർ ചില ആരോപണങ്ങളൊക്കെ തന്നെ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഒക്കെ നടന്നതുപോലുള്ള വോട്ടുകൊള്ള ബീഹാറിലും നടക്കുന്നു എന്ന തരത്തിലേക്കുള്ള ചില ആരോപണങ്ങളൊക്കെയാണ് പ്രവർത്തകർ പറയുന്നത്. ഏതാണെങ്കിലും വലിയ ഒരു വിജയം, അത് ഒരു വിജയ ലീഡിലേക്ക് തന്നെയാണ് NDA മുന്നോട്ട് പോകുന്നത്. അത് ചരിത്രത്തിൽ ആദ്യമായി ഒരുപക്ഷെ BJPയും ഒപ്പം തന്നെ JDയും തുല്യ സീറ്റുകളിൽ മത്സരിക്കുന്ന ഒരു പ്രത്യേകത കൂടി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. ഇരുവരും ഇപ്പോൾ വീണ്ടും ഒരേ തുല്യ നിലയിൽ തന്നെ ലീഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നതും കൂടി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് വികസനങ്ങൾ, ഒപ്പം തന്നെ ഇതുവരെ കൊണ്ടുവന്നിരിക്കുന്ന പദ്ധതികൾ, സ്ത്രീ വോട്ടർമാർക്കായി ഏർപ്പെടുത്തിയിരിക്കുന്ന പദ്ധതികൾ, അവർക്ക് നൽകിയ 10,000 രൂപ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ബീഹാറിലെ ജനത അത് വലിയ കാര്യമായി തന്നെ അവർ കണക്കിലാക്കി എന്നത് കൂടി വേണം ഈ ലീഡ് നിലയിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിനീത സന്തോഷം, കാര്യങ്ങൾ മനസ്സിലായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.